ഹലോ ഗായ്സ്, ഹൗ ആർ യു? ഇറ്റ്സ് മീ സൈനുൽ ആബിദ്. വെൽക്കം ടു സൈനു ടെക്കി. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന E88 പറഞ്ഞ മോഡൽ ഡ്രോണിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഇതൊരു ടോയ് ഡ്രോൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ E88 എന്ന് പറയുന്ന മോഡൽ ടോയ് ഡ്രോണ്. ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡ്രോണാണ് കേട്ടോ. നിങ്ങൾ കുട്ടികൾക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുക്കാനും അതുപോലെ ഡ്രോൺ പറത്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് പറത്തിച്ച് നോക്കാനൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രോണാണ്. അപ്പോൾ ഡ്രോൺ വരുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളി ബോക്സിലാണ്. ഇത് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 14 വയസ്സിന് മുകളിലെ കുട്ടികൾക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഡ്രോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ പുറത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഇത് മെയ്ഡ് ഇൻ PRC എന്നാണ് കൊടുത്തത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഈ ഡ്രോൺ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ Zmartt എന്ന നമ്മളെ പേജിൽ നമ്മളിത് സെല് ചെയ്യുന്നുണ്ട്. വെറും 1699 രൂപയാണ്. ഫ്രീ ഡെലിവറിയാണ്. പ്രീപെയ്ഡ് ഓർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്കോ വാട്സാപ്പ് നമ്പറൊക്കെ ഞാൻ അടിയിൽ കൊടുക്കാം. ഡ്രോണിൻ്റെ ബോക്സിനകത്ത് ഇതുപോലൊരു അടിപൊളി കേസ് കിട്ടും കേട്ടോ. ഈ നല്ല ക്വാളിറ്റിയുള്ള കേസാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഡ്രോണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഇതിന് 2 ക്യാമറ ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ക്യാമറ. അതുപോലെ അടിയിലൊരു ക്യാമറ ഉണ്ട്. ക്യാമറ ഒക്കെ ഒരു പേരിനാട്ടോ. ആവറേജ് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. 450 പിക്സലാണ്. പിന്നെ 720 പിക്സൽ ഫ്രണ്ട് ക്യാമറ. ഓണാക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കാണാൻ ഈ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഈ മോഡൽ ഡ്രോണിന് വരുന്നത് 2 ബാറ്ററിയാണ്. 1800 mAh ആണ് ഒരു ബാറ്ററി കപ്പാസിറ്റി. ഈ ഒരു ബാറ്ററി നിങ്ങൾക്ക് ഫുൾ ചാർജ് ചെയ്താൽ ഒരു 10 to 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ റിമോട്ട്. ആ റിമോട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോൺ വെക്കാനുള്ള ഫോൺ ഹോൾഡറും കാണാം. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ബാക്കിൽ 3 ക്ലോക്ക് ബാറ്ററി 3 ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഡ്രോണിൻ്റെ കൂടെ ബോക്സിൽ എന്തൊക്കെ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ ഇംഗ്ലീഷിലുണ്ടാവും, അതുപോലെ ചൈനീസിലുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് QR കോഡ് കാണാം കേട്ടോ. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആപ്പാണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രോൺ കണക്ട് ചെയ്താണ്ട് ഉപയോഗിക്കാനാണ്. നിങ്ങൾക്ക് പിന്നെ റിമോട്ട് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഫോൺ തന്നെ റിമോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങൾക്ക് ആപ്പ് കണക്ട് ചെയ്യാണ്ട് വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്യൽ. ഇതിൻ്റെ വിഷ്വൽ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഡ്രോൺ ഓണാക്കിയ ശേഷം നിങ്ങളുടെ ഫോണിൽ വൈഫൈ ഓണാക്കുക. എന്നിട്ട് നിങ്ങൾ ആ യൂസർ മാനുവലിൽ കാണുന്ന ഒരു പേര് അവിടെ കാണാം. അത് നിങ്ങൾ കണക്റ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താണ്ട് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇതിൻ്റെ വിഷ്വൽസ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വേറൊരു ചെറിയൊരു കവറിലായിട്ട് നമ്മുടെ ഇതിൻ്റെ വിങ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള 4 പ്രൊട്ടക്ടർ കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ അത് തീർച്ചയായും അത് ഉപയോഗിച്ചാണ് നിങ്ങൾ ഡ്രോൺ പറത്തിക്കാൻ നോക്കുക. പിന്നെ വരുന്നത് ഒരു മൈക്രോ USB കേബിളാണ്, ചാർജ് ചെയ്യാനുള്ള കേബിൾ. ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കേബിൾ. പിന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി ഡാമേജ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവർ. പിന്നെ വരുന്നത് നമ്മുടെ എക്സ്ട്രാ 4 വിങ്സ് വരുന്നുണ്ട്. അതുപോലെ ഈ ബാറ്ററിക്ക് മുകളിലിടാനുള്ള ഈ കൺട്രോൾ ചെയ്യുന്ന ഇതിലിടാനുള്ള ഒരു 2 ഇത് വരുന്നുണ്ട്. അത് ഒരു തൊപ്പി പോലത്തെ, അതും ഇതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ബാക്കിൽ 3 ബാറ്ററിക്ക് ശേഷം ഈ ബട്ടൺ 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഓണാക്കാം. നമ്മുടെ റിമോട്ടുമ്മൽ കുറച്ചധികം ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ബട്ടൺസും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് ടൈം വർത്തിക്കുകയാണെങ്കിലല്ലോ, ഇതിൻ്റെ പറത്തിച്ച് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിതിൻ്റെ ഈ വിങ്സിനെ പ്രൊട്ടക്ടർ ഇട്ടാണ്ട് പറത്തിക്കണം കേട്ടോ. അല്ല ഞാൻ എവിടെയെങ്കിലും പോയി തട്ടിയാലൊക്കെ ഇതിൻ്റെ വിങ്സ് കേടുവന്നാൽ പിന്നെ വാറൻറ്റി ഒന്നും ഇല്ലാത്ത സാധനമാണ്, മാറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറത്തിച്ച് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പറത്തിക്കുകയാണെങ്കിലൊക്കെ, ഫസ്റ്റ് ടൈം വർത്തിക്കുമ്പോൾ നിങ്ങൾ ടെറസിൻ്റെ മേലെ പോയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൗണ്ടിൽ പോയിട്ടൊക്കെ നിങ്ങൾ തുറന്ന ഒരു പ്രദേശത്ത് നിങ്ങൾ ഇത് പറത്തിക്കാൻ നോക്കുക. അപ്പോൾ ഡ്രോൺ ഇതുപോലെ ഓണാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓൺ ബട്ടൺ
ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ കണക്റ്റ് ആയിക്കണമെന്ന് അറിയാൻ ഇത് രണ്ടും ഇങ്ങനെ അടിയിലേക്ക് ഈ ഭാഗത്ത് ഡ്രോൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്താൽ നമ്മൾ അടിയിലേക്ക് ആക്കുമ്പോൾ ഡ്രോൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഡ്രോണ് കാലിബ്രേഷനാണ്. അപ്പോൾ ഈ കാലിബ്രേഷൻ എന്ന് പറയുന്നത് സംഭവം എന്ന് വെച്ചാൽ ഈ ഡ്രോണും നമ്മുടെ റിമോട്ട് നമ്മൾ കാലിബ്രേഷൻ ആക്കിയാലേ അത് അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നത്, കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ആക്കിയാൽ ഇത് നമ്മൾ ഡ്രോൺ പറത്തിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഡ്രോൺ ചെരിഞ്ഞു പോകാതെ സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കുള്ളൂ. അതിനാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് ഇതിൻ്റെ യൂസർ മാനുവൽ വായിച്ചപ്പോൾ മനസ്സിലായത്. ഞാൻ ഇതിലെ ഓരോ ബട്ടൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ഇത് സാധാരണ നമുക്ക് അറിയണ നാളെ പവർ സ്വിച്ച്. പിന്നെ ഇതുണ്ടല്ലോ ഫോർവേഡ്, ബാക്ക്വേഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഈ കാണിക്കുന്ന ഈ 4 സ്വിച്ച് ഉണ്ടല്ലോ, ഇതാണ് കാലിബ്രേഷൻ ബട്ടൺ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളിപ്പോൾ ഡ്രോണ് കണ്ടല്ലേ, ഇപ്പോൾ ഡ്രോൺ ഓണാക്കിയപ്പോൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഈ കാലിബ്രേഷൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ. ഡ്രോണിൻ്റെ ആ ലൈറ്റ് കത്തുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ നിങ്ങൾ ഡ്രോണ് ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുക. കാണിച്ചു തരാം. ഇപ്പോൾ ഡ്രോണ് ബാക്കോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിക്കണം. ഇപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഓവറായി നോക്കിയാൽ ഇത് നമ്മളിപ്പോൾ ലിഫ്റ്റ് ചെയ്താൽ ഇത് മുന്നോട്ട് ഇങ്ങനെ വരും, മുന്നോട്ടുള്ള ഓവറായിട്ട് ആക്കിയാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കോട്ട് അങ്ങനെ ഇത് ഓരോ വട്ടം അമർത്തുമ്പോഴത്തേന് ഇതിങ്ങനെ കാലിബ്രേഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ അല്ലേ ഞാൻ ഈ കീ തോന്നെ പ്രാവശ്യം പ്രസ് ചെയ്തപ്പോൾ ഇപ്പോൾ ഡ്രോണ് പൊന്തിക്കുമ്പോൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കീ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണോ ഡ്രോൺ പോകുന്നത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ എതിർവശത്തേക്ക് നിങ്ങൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രോൺ ഇത് കാലിബ്രേഷനൊക്കെ. അപ്പോൾ നമ്മൾ ഡ്രോൺ ഇപ്പോൾ ഓണാക്കിയാൽ ഇങ്ങനെ ഡ്രോൺ ഇങ്ങനെ സ്റ്റെബിലൈസ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇത് ഈ ബട്ടൺ ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഡ്രോൺ പറത്തിച്ച് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രോണിൻ്റെ പ്രൊട്ടക്ടർ വെച്ചാണ്ട് നിങ്ങൾ ഇങ്ങനെ റിഹേഴ്സ് ചെയ്ത് പഠിക്കുക കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം സ്റ്റെബിലൈസ് ആയി നിൽക്കുന്നുണ്ട്. ഇത് നോക്കിയാലാണ് എന്താ ചെയ്യുക, 1 കീ ലാൻഡിങ്, സോഫ്റ്റ് ലാൻഡിങ് ആണല്ലേ, അതുപോലെ ലാൻഡ് ചെയ്യും. ഈ ബട്ടൺ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 1 കീ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് എടുത്ത് വെച്ച് ഈ ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഡ്രോണ് പൊന്തിയാൽ ഇങ്ങനെ ഒരു ഉയരത്തിൽ ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് 360 ഡിഗ്രി റൊട്ടേഷൻ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഏകദേശം ഒരു 2 മീറ്റർ ഉയരത്തിൽ ഡ്രോൺ ഇങ്ങനെ പറപ്പിച്ച് നിർത്തിയ ശേഷം നിങ്ങൾ അതിൽ 360 ഡിഗ്രീൻ്റെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി.